ജയിലിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാമിൽ കൂടെയാണ് നിങ്ങൾ വീഡിയോസ് ആൻഡ് മൂവീസ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോകുക. അങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ കുറേയധികം കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടാ, ആട് 3 ഡൗൺലോഡ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. കുഴപ്പമൊന്നുമില്ല, കുഴക്കേണ്ടി വരും. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം ഇതുപോലത്തെ OTT പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള പുതിയ സിനിമകൾ ഡൗൺലോഡ് ചെയ്താൽ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു. അതും പൈറേറ്റഡ് കണ്ടന്റ്സ് ആണ്. കാരണം അവരും അത് ക്യാഷ് മുടക്കിയാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യുന്നത്. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം നിങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ ഇനിയും കിട്ടും ഇതുപോലത്തെ അടിപൊളി കണ്ടന്റ്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഇൻഫർമേഷൻസ് റീസെന്റ് ടെലിഗ്രാമിന് ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തായിരുന്നു. ഇനി മുതലേ പൈറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ്, വീഡിയോസ് ഇതൊന്നും ടെലിഗ്രാമിൽ കാണരുതെന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്തവർക്കും സെൻഡ് ചെയ്തവർക്കും ഒരേപോലത്തെ ശിക്ഷയാണ്. 6 മാസം to 1 വർഷം വരെയാണ് ഇതിന്റെ ഒരു ശിക്ഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 1 ലക്ഷം to 3 ലക്ഷം വരെയാണ് ഇതിന്റെ ഒരു ഫൈൻ എന്ന് പറയുന്നത്. സോ 150 രൂപ കൊടുത്ത് തിയേറ്ററിൽ പോയി കാണണോ അതോ ടെലിഗ്രാമിൽ കൂടെ ഡൗൺലോഡ് ചെയ്ത് 3 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, കൊച്ചു കുർമാണ്ടികൾ എടുത്ത് അനാവശ്യമായിട്ടുള്ള വീഡിയോസ് എടുത്ത് ടെലിഗ്രാമിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കോ അയച്ചു കൊടുക്കാതിരിക്കുക. അവസാനം കരയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാത്രമേ നിങ്ങളുടെ കൂടെ കാണുള്ളൂ.